10-400 കുടുംബങ്ങൾ താമസിക്കുന്ന വലിയൊരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിലുള്ളവർ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടത്തുകയാണ്. അതേസമയം അപ്പാർട്ട്മെന്റിലുള്ള മിത്ര എന്നൊരു പെൺകുട്ടിയെ കാണാതാകുന്നു. കുട്ടിക്ക് ഏകദേശം 4 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. പോലീസുകാരും അപ്പാർട്ട്മെന്റിലുള്ളവരും എല്ലാവരും ചേർന്ന് മിത്രയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുന്നു. എന്നാൽ എവിടെ അന്വേഷിച്ചിട്ടും കുട്ടിയെ കണ്ടുകിട്ടിയതേയില്ല. ഒരു ഘട്ടത്തിൽ കുട്ടിയുടെ ശവശരീരമാണ് കണ്ടുകിട്ടിയത്. ആരാണ് ആ കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ? എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം കാളിദാസ് 2 എന്ന ക്രൈം ത്രില്ലർ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കാളിദാസിന്റെ ഫസ്റ്റ് ഭാഗം കാണാത്തവർക്കൊന്നും കുഴപ്പമില്ല. രണ്ടും തമ്മില് വലിയ ബന്ധമൊന്നുമില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചെന്നൈയിലുള്ള കോടതിയാണ് കാണിക്കുന്നത്. 4 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സ്റ്റീഫൻ എന്നൊരാൾ ജയിലിലായിരിക്കുകയാണ്. സ്റ്റീഫൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് സ്റ്റീഫന്റെ വക്കീലാണെങ്കിൽ സ്റ്റീഫനെ പുറത്തിറക്കുന്നു. ജയിലിലായിരുന്ന അത്രയും കാലയളവിൽ സ്റ്റീഫൻ നന്നായി പഠിക്കുകയും ദേ ഇപ്പോൾ വക്കീലായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റീഫന് എന്താണ് തത്വത്തിൽ സംഭവിച്ചത്? സ്റ്റീഫനെ ആരെങ്കിലും കുടുക്കിയതാണോ എന്നൊക്കെ വഴിയെ മനസ്സിലാകും. ആ ഒരു സീൻ അവിടെ കട്ടായി പോലീസ് ഉദ്യോഗസ്ഥനായ കാളിദാസിനെയാണ് കാണിക്കുന്നത്. കാളിദാസിന് രാവിലെ തന്നെ ഒരു കോള് വരികയാണ്. അത് വിളിച്ചത് ഒരു സ്ത്രീയായിരുന്നു. എത്രയും വേഗം വരണമെന്നായിരുന്നു കാളിദാസിനോട് പറഞ്ഞിരുന്നതും. കാളിദാസൻ ആ സ്ത്രീ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോഴോ അവിടെ അവരും അവരുടെ മകളും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. കൊന്നതോ അവരുടെ ഭർത്താവും. എന്തുകൊണ്ടായിരിക്കാം ആ സ്ത്രീയെയും മകളെയും ഭർത്താവ് കൊന്നത്? അതിനു പിന്നിലെ മോട്ടീവ് എന്തെന്നൊക്കെ അന്വേഷിക്കുവാനായിട്ടും കാളിദാസും തീരുമാനിക്കുന്നു. അതേസമയം ചെന്നൈയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കുകയാണ്. ഏകദേശം 300-400 കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഒക്കെ നടക്കുകയാണ്. ഒരുപാട് പേർ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായും എത്തുന്നുണ്ട്. അവിടേക്ക് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സ്റ്റീഫനിലെ സ്റ്റീഫനും എത്തുകയാണ്. സ്റ്റീഫനും അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. സ്റ്റീഫൻ അങ്ങനെ അധികം ആരോടും മിണ്ടാറേയില്ല. സ്റ്റീഫനൊപ്പം എപ്പോഴും ഒരു നായ്ക്കുട്ടി കാണും. അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഒരു 4 വയസ്സ് പ്രായമുള്ള മിത്ര എന്നൊരു പെൺകുട്ടിയും താമസിക്കുന്നത്. ഈ മിത്രയ്ക്ക് നായ്ക്കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ സ്റ്റീഫന്റെ നായ്ക്കുട്ടിക്ക് അടുത്തേക്ക് വരുന്നു. എന്നാൽ സ്റ്റീഫൻ ആ പെൺകുട്ടിയെ കാണുമ്പോഴോ വല്ലാതെയാണ് നോക്കുന്നത്. അതേസമയം മിത്രയുടെ അച്ഛനും അമ്മയും വന്ന് മിത്രയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഈ മിത്രയാണെങ്കിലോ സ്റ്റീഫന്റെ നായ്ക്കുട്ടിക്ക് അടുത്തേക്ക് വരും. നായ്ക്കുട്ടിക്ക് അടുത്തേക്ക് വരുന്ന മിത്രയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പൊക്കണമെന്നും സ്റ്റീഫൻ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴെല്ലാം അവളുടെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ടൈം വരട്ടെ, അപ്പോൾ മിത്രയെ പൊക്കാമെന്നും സ്റ്റീഫൻ തീരുമാനിക്കും. അതേസമയം കാളിദാസിനെ കാണിക്കുകയാണ്. കാളിദാസ് ആണെങ്കിലോ ഒരു കേസ് അന്വേഷിക്കുകയാണല്ലോ. അതേ തുടർന്ന് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ദേ ഇതാണ് പാണ്ഡ്യൻ, ഇവിടെ വന്നിരിക്കുന്ന ഒരു കുറ്റവാളിയെ പൊക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കാളിദാസിനോട് പറയുന്നു. അത് തടുക്കണമെന്നുള്ള കാര്യം കാളിദാസ് തീരുമാനിക്കുന്ന സമയം തന്നെ അവരുടെ കണ്ണുവെട്ടിച്ച് ആ ഒരു കുറ്റവാളിയെ പാണ്ഡ്യനും ടീമും കടത്തിക്കൊണ്ടു പോകുന്നു. കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് സ്റ്റീഫന് വേണ്ടിയിട്ടാണ്. സ്റ്റീഫൻ ആണെങ്കിലോ അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യും. എന്തിനാണ് സ്റ്റീഫൻ അങ്ങനെ ചെയ്തതെന്ന് കാണിക്കുന്നതേയില്ല. സ്റ്റീഫൻ അതേസമയം തന്റെ ബാഗിൽ നിന്നും ആയുധങ്ങളൊക്കെ പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി കാളിദാസിനെ കാണിക്കുന്നു. പാണ്ഡ്യൻ കടത്തിക്കൊണ്ടുപോയ ആളിന്റെ ഡെഡ് ബോഡി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കാളിദാസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കാളിദാസിന്റെ വക്കീൽ കോൾ ചെയ്യുന്നത്. കാളിദാസ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. എവിടേക്ക് താൻ വരണമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ മോർച്ചറിയിലേക്ക് വരുവാനായിട്ടാണ് കാളിദാസ് പറഞ്ഞത്. സത്യത്തിൽ കാളിദാസിന്റെ വക്കീലായി എത്തുന്നത് സ്റ്റീഫൻ ആയിരുന്നു. സ്റ്റീഫനെ ആദ്യം ജയിലിൽ നിന്നിറക്കിയ വക്കീലില്ലേ, ആ വക്കീലിന്റെ ജൂനിയർ ആയിട്ടാണ് സ്റ്റീഫൻ വർക്ക് ചെയ്യുന്നത്. മോർച്ചറിയിലേക്ക് എത്തിയ സ്റ്റീഫൻ ആണെങ്കിലോ ഡിവോഴ്സിന്റെ പ്രൊസീജിയർ ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഡെഡ് ബോഡിയെ മുഴുവനായിട്ടും സ്റ്റീഫൻ പരിശോധിക്കുന്നു. സ്റ്റീഫന്റെ ആ പെരുമാറ്റങ്ങളൊക്കെ കാളിദാസ് ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റീഫനെ കാളിദാസ് അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. അതേസമയം അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നു. ഒരുപാട് കുട്ടികളും ആളുകളും ഒക്കെ അതിൽ പങ്കെടുക്കുവാനായും എത്തിയിട്ടുണ്ട്. അതേസമയം മിത്രയാണെങ്കിലോ തന്റെ കളിപ്പാട്ടം ഡോഗുമായിട്ട് സ്റ്റീഫന്റെ ഡോഗിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് സ്റ്റീഫന്റെ ഡോഗ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഡോഗിന് പിന്നാലെ പോവുകയാണ് മിത്ര. മിത്രയ്ക്ക് പിന്നാലെ സ്റ്റീഫനും പോകുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴോ മിത്രയുടെ അച്ഛനും അമ്മയും മിത്രയെ കാണാനില്ല എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുകയാണ്. ഒരുപാട് പേർ ചേർന്ന് അവിടെ ആകെ അന്വേഷിക്കും. പക്ഷേ മിത്രയെ കണ്ടുകിട്ടിയതേയില്ല. ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്യുന്നു. കാളിദാസൻ ടീമും അവിടേക്കെത്തി മിത്രയെ അന്വേഷിക്കും. അത്രയും വലിയ അപ്പാർട്ട്മെന്റ് ആയിട്ടും 36 ക്യാമറ മാത്രമാണ് അപ്പാർട്ട്മെന്റിലുള്ളത്. അതും നല്ല മെയിന്റനൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ മിക്കതും വർക്കിങ്ങുമല്ല. ഉള്ള ക്യാമറയിലെ ഫുട്ടേജ് വെച്ചിട്ട് കുട്ടി എവിടെയുണ്ടെന്ന്
എവിടെയാണെന്ന് കണ്ടെത്തുവാനായിട്ടും കാളിദാസ് തീരുമാനിക്കുന്നു. ക്യാമറ മുഴുവൻ ചെക്ക് ചെയ്തിട്ടും കുട്ടിയെക്കുറിച്ചുള്ള ഒരു തെളിവ് പോലും കിട്ടുന്നതേയില്ല. ഈ ഒരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള വൈഷ്ണവിയും എത്തുകയാണ്. വൈഷ്ണവിയും കാളിദാസും ചേർന്നാണ് പിന്നീട് അങ്ങോട്ട് അന്വേഷണം ഒക്കെ നടത്തുന്നത്. അപ്പാർട്ട്മെന്റിന്റെ പുറത്തുള്ള സ്ഥലങ്ങളും ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ഒരു ഹിന്റ് കിട്ടുന്നു. എന്തെന്നാൽ അവിടെ നിന്നും ഒരു ചത്ത നായ്ക്കുട്ടിയെ കാണുകയാണ്. ആ നായ്ക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റും കിടക്കുന്നുണ്ട്. ആ ബെൽറ്റ് സത്യത്തിൽ മിത്രയുടെ കൈവശം ഒരു കളിപ്പാട്ട നായ്ക്കുട്ടി കാണില്ലേ, ആ നായ്ക്കുട്ടിയുടെ കഴുത്തിലുള്ള ബെൽറ്റ് ആയിരുന്നു അത്. അതോടുകൂടി ഈ നായ്ക്കുട്ടിക്കും മിത്ര കാണാതായതിനു പിന്നിൽ എന്തോ ബന്ധമുണ്ടെന്ന് കാളിദാസനും വൈഷ്ണവിക്കും ഒക്കെ മനസ്സിലായി. അതോടുകൂടി ഈ നായ്ക്കുട്ടി ആരുടേതാണെന്ന് അന്വേഷിക്കുവാനായിട്ടും കാളിദാസ് തീരുമാനിക്കുന്നു. ആകെ ഒരു അപ്പാർട്ട്മെന്റില് രണ്ടുപേർ മാത്രമാണ് നായ്ക്കുട്ടിയെ ഉപയോഗിക്കുന്നത്. അത് രണ്ടുപേരും ബാച്ചിലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും ഫ്ളാറ്റിൽ ചെന്ന് അന്വേഷിക്കുവാനായിട്ടും തീരുമാനിക്കും. ആദ്യത്തേത് സ്റ്റീഫനാണ്. എന്നാൽ സ്റ്റീഫൻ അടുത്തേക്ക് പോകുന്ന സമയത്ത് കാളിദാസിന്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇത് പേര് കേട്ട വക്കീലിന്റെ ജൂനിയർ ആണ്, ആ പുള്ളിക്കാരൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതുകൊണ്ട് അവിടെ അന്വേഷിക്കേണ്ട എന്ന് പറയുന്നു. രണ്ടാമത് നായ്ക്കുട്ടിയെ വളർത്തുന്ന പിള്ളേരുടെ റൂമിലേക്ക് എത്തുമ്പോഴോ അവിടെയുള്ള പിള്ളേരെല്ലാവരും കഞ്ചാവൊക്കെ അടിച്ചിരിക്കുകയാണ്. അവരെ അടിച്ച് വിരട്ടുന്ന സമയത്ത്, ഞങ്ങൾ നായ്ക്കുട്ടിയെ വളർത്തുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ മിത്രയെ കാണാതായതിന് പിന്നിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ മാത്രമല്ലല്ലോ നായ്ക്കുട്ടിയെ വളർത്തുന്നത്, സ്റ്റീഫനും ഉണ്ടല്ലോ എന്നവർ പറയുന്നത് കൊണ്ട് തന്നെ സ്റ്റീഫന്റെ മുറി ചെക്ക് ചെയ്യുവാനായിട്ടും കാളിദാസ് തീരുമാനിക്കുന്നു. അങ്ങനെ കാളിദാസ് സ്റ്റീഫന്റെ മുറിയിലേക്ക് എത്തുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ആരും തുറക്കുന്നതേയില്ല. റൂം ചവിട്ടി തുറന്നു നോക്കുന്നു. പക്ഷേ ഇവിടെ സ്റ്റീഫൻ ഇല്ലായിരുന്നു. സ്റ്റീഫന് വേണ്ടിയിട്ട് അന്വേഷണവും ആരംഭിച്ചു. സ്റ്റീഫനാണ് മിത്രയെ കാണാതായതിന് പിന്നിലെന്ന് കാളിദാസിന് മനസ്സിലായി. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്റ്റീഫൻ ചർച്ചിലുണ്ടെന്നും കാളിദാസിന് മനസ്സിലാകും. അങ്ങനെ കാളിദാസ് ചർച്ചിലേക്കെത്തി സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യുകയാണ്. സ്റ്റീഫനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നു. എത്ര തന്നെ അടിച്ച് ചോദ്യം ചെയ്തിട്ടും സ്റ്റീഫൻ ഒന്ന് വായു തുറക്കുന്നത് പോലുമില്ല. സ്റ്റീഫനെ അറസ്റ്റ് ചെയ്ത വിവരം സ്റ്റീഫന്റെ സീനിയർ വക്കീൽ അറിയുകയാണ്. വക്കീൽ ഉടനെ തന്നെ സ്റ്റീഫനെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്കും എത്തുന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന വൈഷ്ണവി പറയുന്നത്, സ്റ്റീഫന്റെ പേരിൽ ഓൾറെഡി ഒരു റേപ്പ് കേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റീഫനെ കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ എന്ന് വൈഷ്ണവി പറയുമ്പോഴോ, സ്റ്റീഫനെതിരെ എന്തെങ്കിലും എവിഡൻസ് നിങ്ങളുടെ കൈവശമുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ സ്റ്റീഫൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ കഴിയൂവെന്ന് വക്കീൽ ചോദിക്കുമ്പോഴോ, എന്തായാലും സ്റ്റീഫനെ കോടതിയിൽ ഹാജരാക്കും, അവിടെ വെച്ച് കാണാമെന്നായിരുന്നു വൈഷ്ണവി പറയുന്നത്. സ്റ്റീഫനെതിരെ കേസും ഫയൽ ചെയ്യുകയാണ്. അതേസമയം അപ്പാർട്ട്മെന്റിന്റെ മാനേജറിൽ നിന്നും കാളിദാസിന് കോൾ വരുന്നു. എത്രയും വേഗം അവിടേക്ക് എത്തണമെന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ കാളിദാസും ടീമും അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അപ്പാർട്ട്മെന്റിന്റെ പുറകുവശത്തുള്ള ഒരു വയലിന്റെ സൈഡിലേക്കാണ് കാളിദാസിനെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നോക്കുമ്പോഴോ അവിടെ വലിയൊരു ബാഗ് ഇരിക്കുന്നുണ്ട്. ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ മിത്രയുടെ ഡെഡ് ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് മിത്രയുടെ പാരന്റ്സ് ഒക്കെ ആകെ തകർന്നു പോകുന്നു. കാളിദാസിനും ആ ഒരു കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. കാളിദാസ് മാറിയിരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. കാരണം ഇതേ പ്രായത്തിൽ ഒരു മകൾ കാളിദാസിനും ഉണ്ടായിരുന്നു. ആ കുട്ടിയും മരണപ്പെട്ടു പോയതാണ്. മിത്രയുടെ ഈ ഒരു മരണവാർത്ത അറിഞ്ഞ് കാളിദാസും തന്റെ മകളെ കുറിച്ചാണ് ആലോചിക്കുന്നതും. ഇവരുടെയൊക്കെ പ്രധാന സംശയം സ്റ്റീഫൻ തന്നെയാണ്. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും സ്റ്റീഫനെ വെറുതെ വിടുവാനായിട്ട് നല്ല പ്രഷർ ഉണ്ടാകുന്നു. കാരണം എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വക്കീലാണ് സ്റ്റീഫന്റെ സീനിയർ. അതുകൊണ്ട് തന്നെ സ്റ്റീഫനെതിരെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റീഫനെ എങ്ങനെ പ്രതിയാക്കുമെന്നൊക്കെ കാളിദാസിനോടും വൈഷ്ണവിയോടും ചോദിക്കുമ്പോഴോ, സ്റ്റീഫന്റെ പേരിൽ ഓൾറെഡി ഒരു റേപ്പ് കേസ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റീഫൻ തന്നെയായിരിക്കും ഇതിന് പിന്നിലും, ഞങ്ങൾ എവിഡൻസ് ഒക്കെ കണ്ടെത്തുമെന്ന് വൈഷ്ണവി പറയുമ്പോഴോ, നിങ്ങൾ ഇതുവരെയായിട്ടും ഒന്നും കണ്ടെത്തിയില്ലല്ലോ, നിങ്ങൾക്ക് വെറും തോന്നൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ കൈവശം എവിഡൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇനി നിങ്ങൾ നോക്കണ്ട, ഈ ഒരു കേസ് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. പക്ഷേ എന്തൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസിൽ നിന്നും അവരെ രണ്ടുപേരെയും മാറ്റിയാലും കാളിദാസിന്റെ മനസ്സിൽ ആ ഒരു കുട്ടിക്ക് എന്ത് പറ്റി, ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് അന്വേഷിക്കുവാനായിട്ടും കാളിദാസ് തീരുമാനിക്കുകയാണ്. അതേസമയമായിരുന്നു അപ്പാർട്ട്മെന്റിന്റെ മാനേജർ ലേഡിയിൽ നിന്നും അവർക്കൊരു കോൾ വരുന്നത്. ഉടനെ തന്നെ മാനേജറിനെ കാണുവാനായും എത്തുന്നു. മാനേജർ ലേഡി പറയുന്നത്, അന്നേ ദിവസം മിത്രയെ കാണാതായ സമയമുണ്ടല്ലോ, അതേ സമയം തന്നെ മിത്ര സ്റ്റീഫനൊപ്പം നിൽക്കുന്നത് തന്റെ മകൾ കണ്ടുവെന്ന് മാനേജർ ലേഡി പറയുന്നു. അത് കേട്ട് കാളിദാസ് ചോദിക്കുന്നത്, അന്നേ ദിവസം എന്താ ഇത് നിങ്ങൾ പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ, അത് എന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചാ ഞാനിതൊന്നും പറയാതിരുന്നതെന്നും അവർ പറയുന്നു.
അതേസമയമായിരുന്നു അവർക്കൊരു കോള് വരുന്നത്. അവരുടെ മകളുടെ കൂട്ടുകാരിയായ പെൺകുട്ടിയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചുവത്രേ. ഉടനെ തന്നെ പോലീസുകാരും അപ്പാർട്ട്മെന്റിലുള്ളവരും സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് എത്തുന്നു. അവിടെ ആ ഒരു കുട്ടി മരിച്ചു കിടക്കുകയാണ്. കുട്ടിക്കാണെങ്കിൽ നീന്തലും അറിയത്തില്ല. അങ്ങനെയുള്ള കുട്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത് കൊണ്ടാണ് മരണപ്പെട്ടു പോയതും. ആ ഒരു കേസ് അങ്ങനെ അങ്ങ് ക്ലോസ് ആവുകയാണ്. സ്റ്റീഫനെ കുറിച്ച് കൂടുതൽ സംശയം അവർക്ക് അതിൽ നിന്നുമൊക്കെ ഉണ്ടാവുകയാണ്. മാത്രവുമല്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അപ്പാർട്ട്മെന്റിൽ ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടുതലും കുട്ടികളാണ്. അതോടുകൂടി എല്ലാവരും പോലീസുകാർക്കെതിരായി. ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുവാനായിട്ട് വൈഷ്ണവിക്കും കാളിദാസിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ സ്റ്റീഫനാണ് എല്ലാത്തിനും പിന്നിലെന്ന് പോലീസുകാർ ഉറപ്പിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. മിത്രയുടെ കൈവശം ഒരു ഡോഗിന്റെ പാവ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതേ പാവ സ്റ്റീഫന്റെ വീടിന് മുന്നിൽ നിന്ന് കിട്ടുന്നു. സ്റ്റീഫൻ ഉടനെ തന്നെ ആ ഒരു പാവ എടുത്ത് തന്റെ കബോർഡിൽ കൊണ്ടുവന്ന് ഒളിപ്പിക്കുവാനായി നോക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നു. ഉടനെ തന്നെ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവനെ ചോദ്യം ചെയ്യും. പക്ഷേ എന്തൊക്കെ ചോദിച്ചിട്ടും സ്റ്റീഫൻ അതിനൊന്നും മറുപടി പറയുന്നതേയില്ല. ഒടുവിൽ സ്റ്റീഫന്റെ വക്കീൽ തന്നെ സ്റ്റീഫനെ പുറത്തിറക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ അവൻ ബെയിലിൽ പുറത്തിറങ്ങുന്നത് കൊണ്ട് മിത്രയുടെ അച്ഛൻ വന്ന് പോലീസുകാരെ ഒരുപാട് വഴക്ക് പറയുന്നു. നിങ്ങളുടെ നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ മകൾക്ക് ഒരിക്കലും നീതി വാങ്ങി തരുവാനായിട്ടും നിങ്ങൾക്ക് കഴിയില്ല. ഒരു കുറ്റവാളി ആരാണെന്ന് ഇത്രയും നാൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാണ് മിത്രയുടെ അച്ഛൻ കരഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കാളിദാസും വൈഷ്ണവിയും. എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് തെളിയിക്കണമെന്നും കാളിദാസും വൈഷ്ണവിയും തീരുമാനിക്കും. അവരുടെ മനസ്സിൽ സ്റ്റീഫനാണ് പ്രതി. അതുകൊണ്ട് തന്നെ സ്റ്റീഫന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാരെ ഏർപ്പാടാക്കുന്നു. സ്റ്റീഫൻ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സിനിമാ തിയേറ്ററിലേക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞതും സ്റ്റീഫൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. സ്റ്റീഫൻ പോയതിന് പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പോലീസുകാർ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരാളെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരെത്തുകയാണ്. പോലീസുകാര് അതിന് പിന്നിലും സ്റ്റീഫനാണെന്ന് ഉറപ്പിക്കുന്നു. അതേസമയം സ്റ്റീഫനെ കാണിക്കുകയാണ്. സ്റ്റീഫനാണെങ്കിലോ തന്റെ ബാഗിൽ നിന്നും ചുറ്റികയൊക്കെ പുറത്തെടുക്കുന്നു. എന്നിട്ട് അത് ദൂരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീഫനാണ് ഇതിന് പിന്നിലെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. കാളിദാസ് ചിന്തിക്കുന്നത് കോടതിയിൽ നിന്നും പാണ്ഡ്യനും ടീമും ഒരാളെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തി. അതിന് പിന്നിലും സ്റ്റീഫൻ ആയിരിക്കും. മിത്രയുടെ കൊലപാതകത്തിന് പിന്നിലും സ്റ്റീഫനാണ്. ദേ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ നടന്ന കൊലപാതകത്തിന് പിന്നിലും സ്റ്റീഫനാണ്. ഇതിനെല്ലാത്തിനും പിന്നിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കണമെന്നും കാളിദാസ് തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു മിത്രയുടെ അമ്മയിൽ നിന്നും അവർക്കൊരു കോള് വരുന്നത്. എത്രയും വേഗം തന്നെ മിത്രയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് കാളിദാസും വൈഷ്ണവിയും എത്തുന്നു. മിത്രയുടെ അമ്മ പറയുന്നത്, നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ എന്റെ മകളെ കൊന്നത് സ്റ്റീഫൻ ഒന്നുമല്ല. സ്റ്റീഫൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് മിത്രയുടെ അമ്മ പറയുന്നു. മിത്രയുടെ അമ്മയും ഈ സ്റ്റീഫനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. മാത്രമല്ല സ്റ്റീഫൻ ആദ്യം ഒരു റേപ്പ് കേസിൽ അകത്ത് പോയല്ലോ, അന്നേ സമയം മുഴുവൻ തന്നോടൊപ്പമായിരുന്നു സ്റ്റീഫൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മിത്രയുടെ അമ്മ ഉറപ്പിച്ചു പറയുന്നു. ഇതെന്താ നിങ്ങൾ മുൻപേ ഞങ്ങളോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പേടിച്ചിട്ടാണ് പറയാതിരുന്നതെന്നായിരുന്നു മിത്രയുടെ അമ്മയുടെ മറുപടി. അപ്പോൾ നിങ്ങളും കൂടെ ചേർന്നാണോ നിങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയെന്ന് വൈഷ്ണവി ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് മിത്രയുടെ അമ്മ പൊട്ടിക്കരയുന്നു. സത്യത്തിൽ ഇപ്പോഴും വൈഷ്ണവിക്ക് സ്റ്റീഫനെയാണ് സംശയം. എന്നാൽ കാളിദാസിന് സ്റ്റീഫനെ അല്ല, ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. അത് കണ്ടുപിടിക്കണമെന്നും കാളിദാസ് തീരുമാനിക്കുന്നു. അങ്ങനെ കാളിദാസ് ആണെങ്കിലോ സ്റ്റീഫനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. സ്റ്റീഫനൊപ്പം ആദ്യം ജയിലിലുണ്ടായിരുന്നതാണ് പാണ്ഡ്യൻ. കോടതിയിൽ വെച്ച് ഗുണ്ടയായ പാണ്ഡ്യനെ കാണിച്ചു കൊടുക്കുമ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞിരുന്നു സ്റ്റീഫനൊപ്പം ഇയാൾ ഒരുമിച്ച് ജയിലിലായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ കാളിദാസ് പാണ്ഡ്യനെ കാണുവാനായും പോവുകയാണ്. സ്റ്റീഫനെ കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ആദ്യത്തെ റേപ്പ് കേസിൽ സ്റ്റീഫന് അബദ്ധം പറ്റി പെട്ടുപോയതാണെന്ന്. സത്യത്തിൽ ആ ഒരു കുട്ടിയെ ആരോ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി. അവിടേക്ക് ആദ്യം ഓടി വന്നത് സ്റ്റീഫനായിരുന്നു. പക്ഷേ നാട്ടുകാരെല്ലാവരും കരുതിയത് സ്റ്റീഫനാണ് ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന്. അതോടുകൂടി സ്റ്റീഫൻ അകത്തായി. പോലീസുകാർ ചോദ്യം ചെയ്തപ്പോഴൊന്നും അവനധികം അങ്ങനെ തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ അവൻ തന്നെയാണ് കുറ്റവാളിയെന്ന് എല്ലാരും കരുതി. ആ കൊച്ചുകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയവരെ ഓരോരുത്തരെയായിട്ട് പാണ്ഡ്യന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ചാണ് സ്റ്റീഫൻ കൊലപ്പെടുത്തുന്നത്. ഇതെല്ലാം പാണ്ഡ്യൻ തുറന്നു പറയുന്നു. സ്റ്റീഫൻ ഒരു പാവമാണ്. സ്റ്റീഫൻ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണ് സീനിയർ വക്കീല് സ്റ്റീഫനെ പുറത്തിറക്കിയതെന്നും പാണ്ഡ്യൻ പറയുന്നു. അങ്ങനെ കാളിദാസ് ആണെങ്കിലോ സ്റ്റീഫനെ നേരിട്ട് കാണുവാനെയും തീരുമാനിച്ച് സ്റ്റീഫനുള്ള സ്ഥലം കണ്ടെത്തി അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്റ്റീഫനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് സ്റ്റീഫൻ അന്നേ
ദിവസം എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുന്നത്. അന്ന് ആ ഒരു പാർട്ടിക്ക് നടക്കുന്ന സമയത്ത് മിത്രയെ സ്റ്റീഫൻ കണ്ടിരുന്നു. മിത്രയ്ക്ക് നായ്ക്കുട്ടിയെ കൊടുത്തുവിട്ടത് താൻ തന്നെയാണ്. മിത്ര നായ്ക്കുട്ടിയുമായിട്ട് അവിടെ നിന്ന് പോയി. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് തനിക്കറിയത്തില്ല. അന്ന് ആ സമയം മാത്രമാണ് താൻ മിത്രയെ കണ്ടതെന്നും സ്റ്റീഫൻ പറയും. സ്റ്റീഫൻ പറയുന്നത് സത്യമാണെന്നും കാളിദാസന് മനസ്സിലായി. അപ്പോൾ മിത്രയുടെ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരോ ആണ്. ആർക്കോ ഇതിൽ പങ്കുണ്ട്. അത് പുറത്തു നിന്നുള്ള ഒരാളല്ല. ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ആരോ ആണെന്നുള്ള കാര്യം കാളിദാസ് ഉറപ്പിക്കുന്നു. കാളിദാസിന് ആദ്യം സംശയം തോന്നുന്നത് അവിടുത്തെ മാനേജർ ലേഡിയാണ്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യമാദ്യം അവരെ വിളിച്ചറിയിക്കുന്നത് മാനേജർ ലേഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചെന്ന് അവർക്കറിയാമെന്നുള്ള സംശയവും കാളിദാസിനുണ്ടാകുന്നു. മാനേജർ ലേഡി എവിടെയാണെന്ന് നോക്കുമ്പോഴോ മാനേജർ ലേഡി ഇപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ പോയി അവരെ കണ്ട് ചോദ്യം ചെയ്യുവാനായിട്ടും കാളിദാസ് തീരുമാനിക്കുന്നു. പക്ഷേ വൈഷ്ണവിയെ വിളിക്കില്ല. വൈഷ്ണവിയോട് ഈ ഒരു കാര്യങ്ങളും പറയില്ല. കാരണം വൈഷ്ണവിയുടെ സംശയം സ്റ്റീഫൻ തന്നെയാണ്. അങ്ങനെ ആരും അറിയാതെ കാളിദാസ് നേരെ ഊട്ടിയിലേക്ക് എത്തുന്നു. മാനേജർ ലേഡിയെ കണ്ടെത്തി അവരെ ചോദ്യം ചെയ്യുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത സ്റ്റീഫനെ എന്തിന് കുറ്റക്കാരനാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇനി താൻ എന്തായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ സത്യങ്ങളും പോലീസുകാർ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയ മാനേജർ ലേഡിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. സത്യത്തിൽ മിത്രയുടെ മരണത്തിന് പിന്നിൽ ആ മാനേജർ ലേഡിയാണ്. എന്തെന്നാൽ അന്ന് ആ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന സമയം ഈ മാനേജർ ലേഡിയുടെ മകളായ അനന്യയും കൂട്ടുകാരിയും കൂടി ടെറസിൽ റീൽ എടുക്കുവാനായി പോകുന്ന സമയം അവിടെയാണെങ്കിലോ അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരില്ലേ, അവരുണ്ടായിരുന്നു. അവരാണെങ്കിലോ കഞ്ചാവൊക്കെ അടിച്ച് കിടക്കുകയാണ്. അവർ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് റീൽ എടുക്കുന്ന അനന്യയും കൂട്ടുകാരിയും കാണുന്നു. ഉടനെ തന്നെ അതിലൊരു പയ്യൻ അനന്യക്ക് അടുത്തേക്ക് വന്നിട്ട്, എന്റെ നായ്ക്കുട്ടിയെ വെച്ച് നീയൊക്കെ റീൽസ് ചെയ്ത് ഒരുപാട് ലൈക്കൊക്കെ വാങ്ങിയല്ലേ, ദേ എന്നെയും കൂടി വെച്ച് റീൽ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നു. എന്നാൽ ഇത് മാനേജർ ലേഡി കണ്ടുകൊണ്ടുവരികയാണ്. അവരാണെങ്കിലോ ഉടനെ തന്നെ ഓടി വന്ന് തന്റെ മകളെ രക്ഷിക്കുവാനായും ശ്രമിക്കും. ആ പയ്യനാണെങ്കിലോ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. തന്റെ മകൾക്ക് നടന്ന ഈ ഒരു ക്രൂര പ്രവൃത്തി കാരണം ആ ഒരു അമ്മ ആകെ തകർന്നു പോവുകയാണ്. ആരും അറിയരുതെന്ന് കരുതി തന്റെ മകളെയും കൂട്ടി താഴേക്ക് വരുന്ന സമയത്താണ് മിത്ര സ്റ്റീഫന്റെ നായ്ക്കുട്ടിയുമായിട്ട് നടന്നു വരുന്നത് മാനേജർ ലേഡിയും മകളും കാണുന്നത്. ആ നായ്ക്കുട്ടിയും ആ ബാച്ചിലേഴ്സിന്റെ കയ്യിലിരിക്കുന്ന നായ്ക്കുട്ടിയും കാണുവാൻ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാനേജർ ലേഡിയും മകളും കരുതിയിരിക്കുന്നത് ഈ ഇരിക്കുന്ന നായ്ക്കുട്ടി ആ ബാച്ചിലേഴ്സിന്റെ നായ്ക്കുട്ടിയാണെന്ന്. ഈ ഒരു നായ്ക്കുട്ടിയെ വെച്ചല്ലേ എന്റെ മകളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കുട്ടീന് ജീവനോട് വേണ്ട എന്ന് കരുതി മാനേജർ ലേഡിയാണ് ആ ഒരു നായ്ക്കുട്ടിയെ അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്നും താഴേക്ക് എടുത്തെറിയുന്നു. ഇത് മിത്ര കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. തന്റെ നായ്ക്കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മിത്ര അതിന്റെ ബെൽറ്റിൽ പിടിച്ചിരുന്നു. ആ ബെൽറ്റോട് കൂടി മിത്രയും താഴേക്ക് വീഴുകയാണ്. മിത്രയും മരണപ്പെട്ടു. ആ ഒരു നായ്ക്കുട്ടിയും മരണപ്പെട്ടു. ഇവർ രണ്ടുപേരും മിത്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നോക്കുവാനായിട്ട് താഴേക്ക് പോകുന്ന സമയമായിരുന്നു അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള പ്രസന്നൻ എന്നൊരു ഡോക്ടർ ഇവരെ കാണുന്നത്. പ്രസന്നനാണെങ്കിലോ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. താഴേക്ക് വന്ന് നോക്കുന്ന സമയത്ത് മിത്ര മരണപ്പെട്ടിരുന്നു. മിത്രയുടെ ഡെഡ് ബോഡി ആരും കാണാതെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും എന്നിട്ട് അതൊരു സ്യൂട്ട് കേസിനുള്ളിലാക്കിയിട്ട് അപ്പാർട്ട്മെന്റിന്റെ പിന്നിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരും അറിയാതെ എല്ലാവർക്കും മുന്നിൽ അവർ നാടകം കളിക്കുകയും ചെയ്തു. താനാണ് ഇതിന് പിന്നിലെന്നും തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, മകൾക്ക് നടന്ന കാര്യം എല്ലാവരും അറിയുമോ എന്ന് പേടിച്ചാണ് ഈ ഒരു കേസ് സ്റ്റീഫന് മേൽ ഇട്ടുകൊടുക്കുവാനായിട്ട് താൻ ശ്രമിച്ചതെന്നും ആ മാനേജർ ലേഡി പറയുന്നു. മാത്രവുമല്ല അനന്യയുടെ കൂട്ടുകാരിയും ഇവർ തന്നെയാണ് കൊന്നുകളഞ്ഞത്. എന്തെന്നാൽ അനന്യക്ക് സംഭവിച്ചതും ആ കുട്ടിക്ക് അറിയാം. മാത്രവുമല്ല നായ്ക്കുട്ടിയെ താഴേക്ക് എറിയുന്ന സമയത്ത് മിത്രയും താഴേക്ക് വീണ് മരണപ്പെട്ടില്ലേ, അതും ഈ അനന്യയുടെ കൂട്ടുകാരി കണ്ടിരുന്നു. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ചാണ് അവർ അനന്യയുടെ കൂട്ടുകാരി അങ്ങ് കൊന്നുകളഞ്ഞത്. സ്വിമ്മിംഗ് പൂളിൽ വീണ് ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ, അത് യഥാർത്ഥത്തിൽ അനന്യയുടെ കൂട്ടുകാരിയാണ് കൊന്നത് ഈ മാനേജർ ലേഡിയും. മാത്രവുമല്ല ആ ഒരു ഡോക്ടർ അവരെ ക്രോസ് ചെയ്ത് പോയില്ലേ, ഡോക്ടറിനെയും ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് ഇവർ കൊല്ലുകയുണ്ടായി. എല്ലാത്തിനും പിന്നിൽ മാനേജർ ലേഡിയാണെന്നുള്ള കാര്യം കാളിദാസിന് മനസ്സിലായല്ലോ. ഇനി അവർക്ക് രക്ഷയില്ല. എന്തായാലും കാളിദാസ് അവരെ അറസ്റ്റ് ചെയ്യുവാനായി പോവുകയാണ്. ഒരു നിമിഷം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാനേജർ ലേഡി വീടിനകത്ത് കയറി കതകടയ്ക്കുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കാളിദാസ് ചെന്ന് ജനലിലൂടെ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച, മാനേജർ ലേഡി തന്റെ മകൾക്ക് ഉറക്ക ഗുളിക കൊടുത്തതിനു ശേഷം അവരാണെങ്കിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. ഉടനെ തന്നെ കാളിദാസ് കതകു തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. മാനേജർ ലേഡി പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മകൾക്ക് അത്രയും കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. മരിക്കുന്നതിന് മുൻപ് മാനേജർ ലേഡി പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ മകളെ ആലോചിച്ചാണ് സങ്കടമെന്ന്. അങ്ങനെ കാളിദാസ് അനന്യയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം സ്റ്റീഫനെ കാണിക്കും. സ്റ്റീഫൻ ആണെങ്കിലോ ഫ്ളാറ്റിൽ നിന്നും താമസം ഒഴിയുവാനായിട്ടും തീരുമാനിച്ചിരിക്കുന്നു. സാധനമെല്ലാം പറക്കി വെക്കുന്ന സമയത്താണ് മിത്രയുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു ഡോഗിന്റെ പാവയില്ലേ, ആ ഒരു
പാവ തറയിലേക്ക് വീഴുന്നത്. അതിലാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. സംസാരിക്കുന്നതെല്ലാം ആ ഒരു പാവയിൽ റെക്കോർഡാകും. ആ ഒരു റെക്കോർഡിൽ ഉണ്ടായിരുന്നത്, "ഏയ് അൻഷിത, എന്തിനാ നീ പേടിക്കുന്നത്?" എന്നൊക്കെ പറഞ്ഞ് അനന്യ സംസാരിക്കുന്നതായിരുന്നു. അനന്യയുടെ സംസാരങ്ങളെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ട്. അതിൽ നിന്നും സ്റ്റീഫൻ ഒരു കാര്യം മനസ്സിലാകുന്നു. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിൽ മിത്രയെ കൊന്നത് മറ്റാരുമല്ല, അനന്യ തന്നെയാണ്. മിത്രയെ മാത്രമല്ല, ആ ഒരു ഡോക്ടറായിട്ടുള്ള പ്രസന്നയും കൊന്നുകളഞ്ഞത് ഈ അനന്യ തന്നെയാണ്. അന്യ ചെയ്ത കാര്യങ്ങളെല്ലാം ഡോക്ടർ കണ്ടുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡോക്ടറിനെ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞത്. മിത്രയെയും സ്റ്റീഫന്റെ ഡോഗിനെയും അനന്യ ടെറസിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്നത് കൂട്ടുകാരിയായ അൻഷിത കണ്ടതുകൊണ്ടാണ് അൻഷിതയെ അനന്യ സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊലപ്പെടുത്തിയതും. ഇതെല്ലാം അമ്മയായ മാനേജറിന് അറിയാമല്ലോ. തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജർ ലേഡി ഇതെല്ലാം ചെയ്തത് താനാണെന്ന് കാളിദാസിനോട് ഏറ്റു പറഞ്ഞത്. അങ്ങനെ ഏകദേശം നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റീഫന് മനസ്സിലായി. സ്റ്റീഫൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം സ്റ്റീഫൻ ഉടനെ തന്നെ കാളിദാസിനെ വിളിച്ചറിയിക്കുന്നു. അതെല്ലാം കേട്ട് കാളിദാസ് ഷോക്കായി പോവുകയാണ്. തന്റെ കൂടെ ഇരിക്കുന്നതാണ് യഥാർത്ഥ കൊലപാതകി എന്നുള്ള സത്യം കാളിദാസ് മനസ്സിലാക്കുന്നു. അനന്യയ്ക്കിപ്പോൾ ബോധം വീണിരിക്കുകയാണ്. കാളിദാസിനെ ഒരു രാക്ഷസ ചിരിയോടുകൂടി അനന്യ നോക്കുകയാണ്. അത് കാണുന്ന കാളിദാസിന് അപ്പോൾ ഇതെല്ലാം ചെയ്തത് നീയാണല്ലേ എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അതേ നോട്ടത്തിൽ അനന്യയെ നോക്കിയിരിക്കുകയാണ് കാളിദാസ്. അതോടുകൂടി അടുത്ത പാർട്ടിലുള്ള ഒരു ലീഡും തന്നുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.